മനസാക്ഷിയോടെ ചോദിച്ചു നോക്കൂ. കൂട്ടമായിരുന്ന സിനിമയും വൃത്തികേടുകളും കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കുടുംബാംഗങ്ങൾ നമ്മുടെ നാട്ടിലില്ലെന്ന് സമാധാനിക്കാം. അത്തരം ദുസ്വഭാവമുള്ളവരാണ് മൊബൈൽ എന്ന സംവിധാനത്തെ മോശമാക്കിയെന്നാണ് എന്റെ അഭിപ്രായം. മൊബൈൽ ചർച്ചയിൽ വന്നതുകൊണ്ട് ഒരു കാര്യം സൂചിപ്പിക്കാതിരിക്കാൻ പറ്റില്ല. നമ്മുടെ വീടുകളിൽ ഗിഫ്റ്റ് കിട്ടുന്നതും അല്ലെങ്കിൽ മുതിർന്നവർ പുതിയ ഫോൺ വാങ്ങുമ്പോൾ അത് മക്കൾക്ക് ലഭിക്കും. പക്വതയില്ലാത്ത മക്കളുടെ കയ്യിൽ ഫോൺ ലഭിക്കുമ്പോൾ വാട്സ്ആപ്പ്, ഇൻസ്റ്റഗ്രാം എന്നീ ആപ്ലിക്കേഷനുകളിൽ അക്കൗണ്ട് ഉണ്ടാക്കിയാണ് സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ അവർ ചാറ്റിംഗ് തുടങ്ങും. പിന്നെ പറയണ്ടല്ലോ, മറ്റൊരാളുടെ കയ്യിൽ പിടിച്ചേൽപ്പിക്കേണ്ട സമയമാകുമ്പോഴേക്കും അവർ തനിക്കുള്ള സ്വന്തം പാർട്ട്ണറെ കണ്ടെത്തുന്നു. ഇത് തീർത്തും ഇസ്ലാമികമാണെന്ന് പോലും അവർ ചിന്തിക്കുന്നില്ല. അതെ, എത്രയെത്ര സങ്കട കഥകളാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പറഞ്ഞു വരുന്നത് മൊബൈലിന്റെ